ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്താലോ. അപ്പോൾ ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകി മാറ്റി വെക്കണം. ഞാനിവിടെ ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് എന്നിട്ടൊന്ന് വരഞ്ഞു വെക്കണം. അപ്പോൾ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 1 hour നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ 1 hour കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അതൊന്ന് മറിച്ചിടാം. അങ്ങനെ ഒരു 2-3 times അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് മുരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു പാത്രത്തിലോട്ട് ഈ ചിക്കൻ മാറ്റാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വേഗം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഈ എണ്ണയുള്ളതുകൊണ്ട് ടിഷ്യൂ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടാട്ടോ ചിക്കൻ ഓരോന്നായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ചിക്കൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.